നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് വാരഫലമാണ്. വാരഫലത്തിൽ നാം ചർച്ച ചെയ്യുന്ന ദിനങ്ങൾ 2025 നവംബർ മാസം 9-ാം തീയതി മുതൽ 16-ാം തീയതി വരെയുള്ള, അതായത് 1201 തുലാമാസം 23-ാം തീയതി മുതൽ 30-ാം തീയതി വരെയുള്ള ഒരു വാരക്കാലത്തെ ശുഭാശുഭ ഫലങ്ങളാണ് നാം ചർച്ച ചെയ്യുമ്പോൾ. ഈ വാരത്തിലെ ഗ്രഹങ്ങളുടെ സ്ഥിതി കൂടി നമുക്ക് ചർച്ച ചെയ്യണം. മേടരാശിയിൽ ഗ്രഹങ്ങളൊന്നുമില്ല. മിഥുനത്തിൽ ചന്ദ്രൻ, കർക്കിടകത്തിൽ വ്യാഴം, ചിങ്ങത്തിൽ കേതു, തുലാത്തിൽ സൂര്യനും ശുക്രനും, വൃശ്ചികത്തിൽ ചൊവ്വയും ബുധനും, ധനുവിൽ രാഹു, മീനത്തിൽ ശനി. വാരഫലത്തിൽ ചർച്ച ചെയ്യുമ്പോൾ ഒരു 7 ദിനക്കാലം. ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് 8 ദിവസങ്ങളാണ്. കാരണം തുലാമാസം 30-ാം തീയതി ഞായറാഴ്ച അവസാനിക്കുകയാണ്. വൃശ്ചികം മാസം വരികയാണ്. ധാരാളം പ്രത്യേകതകളുള്ള ഒരു മാസമാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വാരഫലത്തിലേക്ക് സ്വാഗതം. മേടം മുതൽ മീനം വരെയുള്ള 12 രാശിക്കാരുടെയും ശുഭാശുഭ ഫലങ്ങൾ നാം ചർച്ച ചെയ്യുകയാണ്. ഉത്തര നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 45 നാഴിക അത്തം, ചിത്ര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 30 നാഴിക വരുന്ന 2 നക്ഷത്ര സമൂഹം. ഇവിടെ കന്നിരാശിക്കാർക്ക് രാശിയിൽ ഗ്രഹങ്ങളില്ല. 2-ാം ഭാവത്തിൽ സൂര്യൻ, ശുക്രൻ, 3-ൽ ചൊവ്വ, ബുധൻ, 6-ാം ഭാവത്തിൽ രാഹു, 7-ൽ ശനി, 10-ാം ഭാവത്തിൽ ചന്ദ്രൻ, 11-ൽ വ്യാഴം, 12-ൽ കേതു. ഇങ്ങനെയാണ് ഗ്രഹസ്ഥിതി. ഇവിടെ കന്നിരാശിക്കാർക്ക് രാശിയധിപനായ ബുധൻ വളരെ ശക്തനായി മൗഢ്യമില്ലാതെ 3-ാം ഭാവത്തിൽ നിൽക്കുന്നു. കർമ്മമേഖലയിൽ നല്ല പുത്തൻ സംരംഭങ്ങളും പ്രവർത്തനങ്ങളും കാഴ്ചവെക്കാം. തനിക്ക് ലോണൊക്കെ പാസ്സായി അനുകൂലമായി വരുന്ന വാരമാണ്. ഇവിടെ ഭാഗ്യാധിപനും ധനാധിപനായ ഗ്രഹം ശുക്രൻ സ്വന്തം ക്ഷേത്രത്തിൽ 2-ാം ഭാവത്തിൽ നിൽക്കുന്നു. പലപ്പോഴും സുവാക്യ, നല്ല വാക്യം സംസാരിച്ച ആളുകളെ മയക്കി തന്നെ കാര്യങ്ങൾ നേടാൻ ഈ ശുക്രൻ സഹായിക്കും. 2-ാം ഭാവത്തിൽ ശുക്രൻ വന്നാൽ എപ്പോഴും പറഞ്ഞ ഫലം വളരെ നല്ലതാണ്. സുവാക്യ, നല്ല വാക്യം സംസാരിക്കും. ചമത്കാരി ചിന്താമണിയിലും ഈ ശുക്രനെ വളരെയധികം പുകഴ്ത്തിയിട്ടുണ്ട്. മുഖം ചാരുഭാഷം മനീഷാഭിചാർവി സുഖം ചാരുജാനുണി വാസാംസിതസ്യ. അതിമനോഹരമായി സംസാരിക്കുന്ന മുഖമുണ്ടാകും. തനിക്ക് നല്ല വസ്ത്രങ്ങൾ ലഭിക്കും. വസ്ത്രങ്ങൾ അധികാരത്തെ സൂചിപ്പിക്കുന്നു. ഈ സമയത്ത് രാഷ്ട്രീയ വിഷയങ്ങളിൽ തനിക്ക് പുതിയ ഇലക്ഷനിലൊക്കെ ജയിക്കാം, അല്ലെങ്കിൽ പദവി ലഭിക്കാം. തൻ്റെ പേര് പാർട്ടിയിൽ സജീവ ചർച്ചയായി വരുന്ന വാരങ്ങളാണ് ഇതെന്ന് നന്നായി അറിയണം. കാരണം ചൊവ്വയും ബുധനും കൂടിയാണ്. പലപ്പോഴും വ്യാപാര വിഷയത്തിലായാലും രാഷ്ട്രീയത്തിലായാലും ചൊവ്വ വളരെയധികം സഹായകരമാണ്. ദ കോമ്പിനേഷൻ ഓഫ് മാർസ് ആൻഡ് മെർക്കുറി. പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, മൂലാദി സ്നേഹകൂടേഹി വ്യവഹരതി വണി ബാഹുയോദ്ധാ സസ്വമി. ഈ വാരം ജിംനേഷ്യം പ്രവർത്തിക്കുന്നവർക്ക് വളരെ നല്ലതാണ്. അപ്രകാരം തന്നെ ഈ ഒരു വാരം ഊഹക്കച്ചവടം, ഷെയർ മാർക്കറ്റിംഗ്, അതിനു പുറമെ ഓയിൽ റിലേറ്റഡ് ബിസിനസ് ചെയ്യുന്നവർക്കും വളരെയധികം ഗുണമാണ്. റിഗിൽ ജോലി ചെയ്യാൻ പുതിയ അവസരങ്ങൾ ലഭിക്കുക. ഇൻസ്ട്രുമെൻറ്റേഷൻ കഴിഞ്ഞ എഞ്ചിനീയർമാർക്കൊക്കെ തന്നെ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട മെക്കാനിക്കൽ എഞ്ചിനീയർമാർക്കൊക്കെ തന്നെ വളരെയധികം നല്ല അവസരങ്ങൾ ലഭിക്കും. ഉത്സാഹിച്ച് നേടിയാൽ ഈ വാരം വളരെ ഗുണമാണ്. കന്നിരാശിക്കാർ വിവാഹ തീരുമാനങ്ങൾ ഉണ്ടാകും. പലപ്പോഴും ശനിയുടെ 7-ാം ഭാവസ്ഥിതി വൈവാഹിക വിഷയത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാം. പക്ഷേ വിവാഹപതിയായ വ്യാഴം 11-ൽ നിൽക്കുന്നു. അതിനാൽ വിവാഹ തീരുമാനങ്ങൾ പലപ്പോഴും നല്ല ഉത്തമ സന്താന വിഷയം ലഭിക്കും. സന്താനസ്ഥാനത്ത് വ്യാഴദൃഷ്ടിയുണ്ട്. അതിനു പുറമെ ഈ കർക്കിടകത്തിൽ വ്യാഴം വന്നാൽ ധാരാളം പുത്രി യോഗം പറഞ്ഞിട്ടുണ്ട്. കർക്കിസ്തേ ബഹുപുത്രി ജനനം. നേരെ മറിച്ച് കർക്കിടകത്തിൽ ശനി നിന്ന് 5-ാം ഭാവത്തിലേക്ക് നിൽക്കുകയാണെങ്കിൽ ബഹുപുത്രജനനം, പുത്രയോഗവും ധാരാളം പറഞ്ഞിട്ടുണ്ട്. പലപ്പോഴും കന്യരാശിക്കാർക്ക് കന്യാപ്രജ, സ്ത്രീകളാണ് കൂടുതൽ, പെൺകുട്ടികളാണ്, പെൺകുഞ്ഞുങ്ങളുടെ യോഗമാണ് കൂടുതലുണ്ടാകും. അതിന് 11-ാം ഭാവത്തിൽ വ്യാഴം നിൽക്കുകയാണെങ്കിലോ വളരെയധികം അതിനെ പ്രൊമോട്ട് ചെയ്യുകയാണ് ചെയ്യുക. അതിനാൽ നല്ല പെൺകുട്ടികളെ ആഗ്രഹിക്കുന്ന ദമ്പതികൾക്ക് നല്ല സമയമാണ്. പിന്നീട് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ 10-ൽ ചന്ദ്രനുണ്ട്. ബന്ധുക്കളുമായി നല്ല സുഖത്തോടു കൂടി ഇരിക്കുന്ന നല്ലൊരവസ്ഥ സംജാതമാകുന്നതാണ്. ശാരീരികമായ ഡിസ്ക്, പാദങ്ങൾക്കുണ്ടാകുന്ന പ്രയാസങ്ങൾ, കണ്ണുകളെയും വളരെയധികം ശ്രദ്ധിക്കുക. ഏതായാലും നല്ലൊരു വാരമാണ് കന്നിരാശിക്കാർക്ക്. നന്ദി, നമസ്തേ.